ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ പാടത്ത് കയറ്റി ചൂണ്ട കെട്ടിയിട്ടുണ്ട്, വള്ളിച്ചൂണ്ട. അത് തന്നെയല്ല, നമ്മൾ വലയിട്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ചൂണ്ട ആദ്യം നമുക്ക് വലിക്കാം. ഈ ചൂണ്ടയിൽ എന്തൊക്കെ മീനുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ചൂണ്ട കെട്ടിയിരിക്കുന്ന സ്പോട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ ഇതൊരു ചെറിയ പാടമല്ല, സാമാന്യം വലിയ പാടമാണ്. അതിൻ്റെ ഒരു ഭാഗത്താണ് നമ്മൾ ഈ കെട്ടിയിരിക്കുന്നത്, മറുഭാഗത്താണ് നമ്മൾ വലയിട്ടിരിക്കുന്നത്. ഏതായാലും നമ്മൾ ഈ ചൂണ്ട വലിക്കാം. പരല് ചാകാതെ കിടക്കുക. എന്താ തീറ്റി ഇല്ലാഴികയുണ്ട്. നമ്മളെല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ മീൻ കിട്ടുന്ന മുറയ്ക്ക് കാണിക്കാം. വള്ളം പിടിക്കാൻ 2 പേര് ഒരാളൂടെ വേണം. അപ്പോൾ വീഡിയോ എടുക്കുകയും വെള്ളം പിടിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മീൻ കിട്ടുമ്പം നമുക്ക് കാണിക്കാം. ഇവിടെ ഒരാളുണ്ട്. അത്ര വലിയ ഒരാളല്ല, എന്നാലും നമുക്ക് ഫസ്റ്റിലേ കിട്ടുന്ന മീനാണിത്. കിടപ്പുണ്ടല്ലേ. ഇവിടുത്തെ വരാല നല്ല വെട്ട, വലിയ കുഴപ്പമില്ല. ഒരുവിധം നല്ല വരയില്ല, ഇതല്ല നല്ല വരാല. ഇവിടെ പോളയുണ്ടായിരുന്നു, അതാണ് നമ്മൾ ഈ കല്ലൊരെണ്ണം കിട്ടിയത്. ഇനിയുണ്ട്, അവിടെ ഒരു വരാലുണ്ട്. അയ്യോ, അത് പോയി. എന്നാ നമ്മൾ നോക്കിയില്ല, അതിൻ്റെ വെട്ടിയത് എങ്ങനെയാണെന്ന് നോക്കിയില്ല. പോട്ടെ, വേണ്ട. അടിപൊളി വരാല. നമ്മൾ ഈ ഭാഗത്ത് കെട്ടിയിരിക്കുന്ന ഈ ചൂണ്ട തീർന്നു. ഇനിയിപ്പം നമുക്കൊരു ചൂണ്ടയുടെ ഉണ്ട്. ഇതിവിടെ അല്ല കെട്ടിയിരിക്കുന്നത്, അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. നമ്മുടെ ഈ വള്ളിയിലൊരു വരാൽ, ഒരു മീനുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്, പോളകാരൻ കാണാൻ പറ്റില്ലേ. നമ്മളിനി പൊക്കിയെടുക്കുമ്പം അതിൻ്റെ കോർത്തിരിക്കുന്നത് എവിടാണ്, ഹുക്ക് കൊണ്ടിരിക്കുന്നത് എവിടാണെന്ന് നോക്കിയിട്ടേ ഇനിയും പൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചൂണ്ട മുഴുവൻ അഴിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ വലയാണ് എടുക്കാൻ പോകുന്നു. നമുക്കിത് 4 വരാൽ കിട്ടിയിട്ടുണ്ട്. ഒരു വരാൽ നമ്മുടെ ഇന്ന് പോവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ വലയിട്ടിരിക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. നമ്മൾ ഈ പാടത്തിൻ്റെ അങ്ങാണ് ചൂണ്ട കെട്ടിയിരുന്നത്. വടക്കേ സൈഡ്, തെക്കേ സൈഡിലാണ് നമ്മൾ വലയിട്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് വലയെടുക്കാം. വലയിൽ എന്തൊക്കെ മീനുണ്ടെന്ന് നോക്കാം. വേണ്ട, പൊങ്ങനങ്ങുന്നുണ്ട്. ഉണ്ടോ? നല്ല വെയിലായി രാവിലെ. വള്ളം ഒന്ന് ചെവിനെ ഇട്ടിട്ട് പഠിക്കാം. ഈടോ, ആദ്യം കുറുവയാണ്, ഇതും പൂളിയ, കുറുവയ. ഇനിയുണ്ട്, ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാം ജീവനോടെ കിടക്കുക. അതെ,
ഉള്ള പെരുത്ത കുറുവ. ഇത് നമ്മുടെ 65 വലയാ. അതുകൊണ്ട് ഇനിയും വരുന്നുണ്ടല്ലേ. അതും കുറുവായ. വീണ്ടും സിലോപ്പിയ. വേണ്ട ഇനിയുണ്ട്. അത് കല്ലടാമുട്ടിയ. ഒരു മീൻ ഇവിടെ കിടന്ന കിളി ഏതാണ്ട് പോയി. വള്ളം വെട്ടി വെട്ടി പോവുക. ഈ ഭാഗത്തോട്ട് ഇവിടെ മീനൊന്നും കാണുന്നില്ല. ഉണ്ട്. ആമ കയറി പണിതിട്ടുണ്ട്. ഇത് കണ്ടോ, വലയും പോവും. ഇതേലും കടിച്ച് ചത്തില്ല. വല വലിക്കുമ്പം വെളുപ്പിനെ തന്നെ വലിക്കണം, അല്ലെങ്കിൽ ആമ കൂടുതലായിട്ട് കടിക്കും. നമ്മളിത് നമുക്ക് വീഡിയോ എടുക്കുന്ന സൗകര്യാർത്ഥമാണ് നമ്മൾ നേരം വെളുത്തിട്ട് വല വലിക്കുന്നത്. എവിടെ ഉണ്ട് തൂളിയ. വീണ്ടും തൂളിയ. ഈ വല അടുത്ത വല വലിക്കണേ നമ്മൾക്ക് ഈ വലയിലെ മീൻ എടുത്തിട്ട് വേണം. ഇവനോടെ കിടക്കുക. വീണ്ടും കുറുവായ. വേണ്ട തൂളി. കുറുവായ. വേണ്ട കുറുവായ. വീണ്ടും കുറുവായ. അവിടെ കിടപ്പുണ്ട്. തൂളിയ. തൂളിയും കുറുവായും മാത്രമേ ഉള്ളൂ. ഇതും കുറുവായ. സിലോപ്പിയ കുറുവ. സിലോപ്പിയ നമ്മുടെ ഇവിടെ കുറവാ. തൂളി. ഇതും കുറുവായ. പുല്ല് നമ്മൾ വലയുടെ മേളിലോട്ടായിട്ട് വല ഇടുമ്പോൾ അത് മാറി കിടക്കുകയായിരുന്നു. അവിടെ ആണെങ്കിൽ 2 മീനും കിടക്കുന്നുണ്ട്. ഒരു തൂളി ഒരു കുറുവായി. അത് അടുപ്പിച്ചടുപ്പിച്ച് ഇനിയും വരുന്നുണ്ട്. നമ്മൾ വള്ളം നേരെ ഇടട്ടെ. കുറുവായ. ഒരു കുറുവായും ഒരു സിലോപ്പിയ. ഇനിയും വേണ്ട കുറുവായാണ് വരുന്നത്. ജീവനുള്ള മീന. തൂളിയായത്. കുറുവ. തൂളി. ഇത് കുറുവായ. അച്ചിയമ്പല്ലി വേണ്ട. തൂളി.
ഒരു സ്ഥലത്ത് തന്നെ ഇത് ഉടക്കുക. ആ ഉടക്ക് നമുക്ക് എടുത്തിട്ടാണ് അല്ലേ, അത് പിന്നെ ബാധ്യതയാണ്. തേക്കിൻ്റെ ഇതല്ലേ അവിടുത്തെ നടുക്ക് വരെ ഒഴിയുവാണ്. ഒരു വല തീരാറായി. കുറുവായ ഈ ഒരു വല തീർന്നു. അപ്പം നമുക്കിതഴിച്ച് ഈ വല മുന്നോട്ട് തള്ളി വെക്കാം. എന്നിട്ട് അടുത്ത വല വലിക്കും. നമ്മൾ അടുത്ത വല എടുത്തപ്പോൾ തന്നെ അതിലൊരു മീനെ ആമ കടിച്ച് അതിൻ്റെ മുള്ള് മാത്രമേ ഉള്ളൂ. വലയിൽ നിന്ന് എടുത്ത് കളഞ്ഞില്ലെങ്കിൽ എല്ലാ സ്ഥലത്തും കയറി കൊടുക്കും. നമുക്കത് വലയിൽ നിന്ന് എടുത്ത് കളയാം. ഉണ്ടോ? ആ ഉണ്ട്, കുറുവായ. ഇവിടെ ഓടുന്നുണ്ടല്ലേ. കുറുവായ ഉളി, വീഴ്ത്ത ഉളി ഉടക്കുണ്ട് അവിടെ എടുക്കാനാണ്. ഉടക്ക് കണ്ടവനം കയറി ഉടക്കിയിരിക്കുക. അത് ഇനി മല മാടുമ്പം എടുത്ത് കളയാം. സിലോപ്പിയ കുറുവ, അത് പെരുത്ത കുറുവയാണ്. തുളി കുറുവ, അതും കുറുവ. എന്നിട്ട് തുളി, രണ്ടും കുറുവ. രണ്ടും കുറുവ. തുളിയത് തുളിയ. തുളിയ കുറുവ. ഇതുണ്ട്, താഴെ മീൻ കിടപ്പുണ്ട്. കുറുവായ, അതും കുറുവായ, ഇതും കുറുവായ. അവിടെ ഒരു മീൻ കിടന്ന് പിടിക്കുന്നുണ്ട്. ഇതും കുറുവായ. തുളി ഇതും തുളിയ കുറുവ. കുറുവായ ഇന്ന് നമുക്ക് കിട്ടിയത് മുഴുവൻ കുറുവായാണ്, കൂടുതലും കുറുവായ. തുളി അപൂർവമാണ്, മറ്റു മീനെല്ലാം അപൂർവമാണ്. കുറുവായും തുളിയാണ്. കുറുവായ, തുളിയും കുറുവായും.
കുറുവായ, ഇതും കുറുവായ. കുറുവായ, ഇത് പുളി. ഈ വലയും നമ്മൾ വലിച്ച് തീരുകയാണ്. ഇനി നമ്മൾ ഇതെല്ലാം മീൻ എടുത്തിട്ട് നമുക്ക് അടുത്ത വല വലിക്കാം. അടുത്ത വല ഇത് നമ്മൾ കുറച്ചായിട്ട് കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ എറമ്പിലോട്ട് പോയിട്ട് മീനെടുക്കാം. നമ്മൾ 2 വല വലിച്ചായിരുന്നല്ലോ, ആ 2 വലയിലെ മീൻ നമ്മൾ ഉരി എടുത്ത് ഇനിയിപ്പം അടുത്ത വല നമ്മൾ വലിക്കാൻ പോവുകയാണ്. കുറുവായ ജീവനോടെ കിടക്കുക. ഇനിയുണ്ട്, അത് കല്ലടാമുട്ടിയ, എന്താ നല്ല മുഴുത്ത കല്ലടാമുട്ടിയ. കുറുവായ, കല്ലടാമുട്ടിയ ചത്തുപോയി. ചെറിയ കല്ലടാമുട്ടി. ഇവിടെ കല്ലടാമുട്ടിക്ക് ചെമ്പല്ലി എന്ന് പറയും, മറ്റുള്ള സ്ഥലങ്ങളിൽ കൈതക്കോര ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. നമ്മളിവിടെ കല്ലടാമുട്ടി എന്നാണ് പറയുന്നത്. ഇവിടെ ഭയങ്കര കുറുവായ, ഒരുത്ത കുറുവായ. ഇതൊരു മീൻ കിടക്കുന്നുണ്ട്, പുളിയ. വാഹയ അല്ലേ, ഒരാല കളറ്. അപ്പോൾ നമ്മൾ ഈ വല വലിച്ചു കഴിയുമ്പോൾ എന്തുമാത്രം മീനുണ്ടെന്ന് മൊത്തം മീൻ കാണിച്ചു തരാം. കാര്യം 2 പേര് വേണം, അല്ല ഞാൻ എപ്പോഴും വള്ളം വെട്ടിപ്പോകുന്നതിനനുസരിച്ച് ഒരിടത്ത് മാറ്റണം. അപ്പോൾ എന്തുമാത്രം മീൻ കിട്ടുന്നതെന്ന് നമുക്ക് കാണിച്ചു തരാം, ലാസ്റ്റ് കാണിക്കാം. പെരുത്ത കുറുവായ ഉണ്ടോ, വലിയായിട്ട് കൂട്ടി. ഓ ഭയങ്കര കുറുവായ, കുറുവായ. അപ്പോൾ നമ്മൾ വല വലിച്ച് തീരുകയാണ്. ഇതിൽ നല്ല രീതിയിൽ മീൻ കിട്ടി, ഒത്തിരി മീനുണ്ട്. അപ്പോൾ നമ്മളെ ഇനി നല്ല വെയിലുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ എവിടെയെങ്കിലും തണലത്ത് പോയിട്ട് നമുക്ക് ഈ മീനൊക്കെ എടുത്തിട്ട് എന്തുമാത്രം മീൻ ഇന്ന് കിട്ടിയെന്ന് നമുക്ക് കാണിക്കാം. ഓക്കെ, നമ്മൾ വലയിലെ മീൻ മൊത്തം എടുത്തു കഴിഞ്ഞ് ഇത്ര മീനാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, കൂടുതലും കുറുവായാണ്, തൂളി കുറവാണ്. എല്ലാം ഉണ്ട്. കുറുവായുണ്ട്, തൂളിയുണ്ട്, ആറ്റിയമ്പല്ലിയുണ്ട്, കല്ലടാമുട്ടിയുണ്ട്. ഇത്ര മീനാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത്ര, അതാണ് നമ്മൾ വലയെടുക്കാൻ, നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി നേരം വെളുത്താണ് വന്നത്. പക്ഷെ അതാണ് നമുക്കിട്ട് പണി കിട്ടിയത്. ഇനി ഇത്ര മീൻ നമുക്ക് കൊടുക്കണം. അപ്പം നമ്മൾ വലയിട്ടപ്പോൾ ഇത്ര മീനൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല. കാര്യം കണക്കിൽ കൂടുതൽ മീനാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഉണ്ടോ, ഇവിടെ ചൂണ്ടയിലെ വരാലാണ്. ഒരു വരാൽ നമ്മുടെ ഇന്ന് മിസ്സായി പോയി. എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഇന്നത്തെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഞങ്ങളെ ഫോളോ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.